ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ റമദാനിലെ പുണ്യമായ ഈ രാത്രിക്ക് നമ്മളെല്ലാവരും സാക്ഷികളാവുന്നു. ലോകമെമ്പാടും മുസ്ലിമുകളിൽ, വിശ്വാസികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ ഇബാദത്താണ് നോമ്പ്. റമദാൻ മാസത്തെ അധികരിച്ച് അതിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന ഒട്ടനവധി ഹദീസുകൾ നമുക്ക് കാണാം. ഇദാ ജാഅ റമളാൻ, റമളാൻ സമാഗതമായാൽ, ഫുത്തിഹത്ത് അബുവാബുൽ ജന്ന, സ്വർഗവാതിലുകളെല്ലാം തുറന്നിടും. വഉല്ലിഖത്ത് അബുവാബു ജഹന്നം, നരകത്തിലെ എല്ലാ വാതിലുകളും അടയും. വഉല്ലിഖത്തി ഷയാത്തീൻ, പിശാചുക്കളെയെല്ലാം ബന്ധനസ്ഥരാക്കും. ഏതാണ്ട് ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും ഉദ്ധരിക്കപ്പെട്ട വളരെ പ്രസിദ്ധമായൊരു ഹദീസാണിത്. അതിന് പദാർത്ഥവും ആശയാർത്ഥവും ആലങ്കാരിക അർത്ഥങ്ങളൊക്കെ പൂർവികരായ ഇമാമുകൾ നൽകാറുണ്ട്. നമുക്ക് ഗ്രഹിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ ഉണർത്തിയതാണ്, എല്ലാ നിലയിലും നന്മകൾ നിറഞ്ഞ ദിനരാത്രങ്ങളാണ് ഈ റമളാൻ മുഴുവൻ. നന്മകളുടെ പ്രതിഫലമായ സ്വർഗം, അതിൻ്റെ ഏതു വാതിലിലൂടെയും ഒരാൾക്ക് കയറാം. അതുകൊണ്ടാണ് സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിലേക്ക് തെളിവായി മറ്റൊരു ഹദീസാണ് ഉദ്ധരിക്കുന്നത്. നോമ്പുകാരൻ പ്രവേശിക്കുന്ന സ്വർഗ കവാടം റയ്യാനാണ്. സ്വദക്ക ചെയ്യുന്നവൻ, മായുൻഫിഖു നഫക്ക, ദാനധർമ്മം ചെയ്യുന്നവർ സ്വദക്കയുടെ വാതിലിലൂടെയാണ് പ്രവേശിക്കുക. എന്നാൽ നോമ്പുകാരനാകട്ടെ റയ്യാൻ എന്ന വാതിലിലൂടെ മാത്രം. അപ്പോൾ റയ്യാനിലൂടെ മറ്റാർക്കും പ്രവേശനമില്ല, അത് നോമ്പുകാർക്കുള്ളതാണ്. അപ്പം നോമ്പിൻ്റെ അനന്തരഫലമായ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. ഒന്ന്, അടിസ്ഥാനപരമായി നോമ്പാണ് അതിലേക്ക് വിശ്വാസികളെ എത്തിക്കുന്നത്. പിന്നെ എല്ലാ വാതിലുകളും, 8 വാതിലുകളെ സംബന്ധിച്ച് ഹദീസുകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ദിക്റുകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ, ഇസ്തിഗ്ഫാറുകൾ, ഖുർആൻ പാരായണം ചെയ്യൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടരാടുന്ന ഫീ സബീലില്ലയിലെ ആളുകൾ, അങ്ങനെ ഓരോ വിഭാഗവുമാണ് അർത്ഥമാക്കപ്പെടുന്നത്. ഏതു വിധേനയും നല്ല വിചാരവും നല്ല ചിന്തയും നല്ല വർത്തമാനവും നല്ല പെരുമാറ്റവും കൊണ്ട് റമളാൻ 30 ദിനരാത്രങ്ങൾ ഓരോ വിശ്വാസികളെയും അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു എന്നതാണ് ഹദീസിൻ്റെ ആശയം. അപ്പം ഇബ്ലീസിൻ്റെ പ്രേരണകൾക്കൊന്നും അവിടെ ഇടമില്ല, തിന്മകൾക്ക് സ്ഥാനമില്ല, പാപകർമ്മങ്ങളൊന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ടാണ് നരക കവാടങ്ങൾ അടയ്ക്കപ്പെടുന്നു എന്ന് പറഞ്ഞതിൻ്റെയും അർത്ഥം. ഒന്നുകൂടി ബാഹ്യാർത്ഥം പറഞ്ഞാൽ, റമളാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ശിക്ഷയില്ലാത്തൊരു മാസമാണ്. യാതൊരുവിധ ശിക്ഷയും ആത്മീയമായി ഖബറിൽ ശിക്ഷകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഒരു മാസം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്.
നോമ്പിൻ്റെ അതിപ്രധാനപ്പെട്ട കാര്യം നിയന്ത്രിക്കാൻ ആത്മസംയമനം. സൂറ ആലി ഇമ്രാനിൻ്റെ അവസാനത്തെ ആയത്ത് അള്ളാഹു അറിയിച്ചപ്പോൾ സബറിനെ കുറിച്ച് ആദ്യം പറയുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് സാബിറു എന്നാണ് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് ഇസ്ബിറു വസാബിറു. രണ്ടാമത് പറഞ്ഞത് സഹനത കൊണ്ട്, കേവലം ക്ഷമ മാത്രമല്ല, സഹിച്ച് മുന്നേറുന്ന ധീരതയോടെ ഏതിനെയും എതിരിടുന്ന ഒരു മാനസികാവസ്ഥ. അതാണ് നോമ്പിലുള്ളത്. അതാണ് ഇമാമുസുന്ന അഹ്മദ് ബിൻ ഹംബൽ അലൈഹി റഹ്മ ഉദ്ധരിച്ചൊരു ഹദീസിൽ മല്ലം യദഅ ഖൗലസ്സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തഅമഹു വശറാബഹു. അപ്പോൾ അവിടെ ഉണർത്തിയത്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ഏതൊരാൾ ഖൗലസ്സൂർ, അത് നബി ഒരു ഹദീസിൽ, ബുഖാരി ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ 3 ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ്. അലാവ ഖൗലസ്സൂർ, അലാവ ഖൗലസ്സൂർ എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് ഹദീസിൽ വന്നത്. കള്ളസത്യം, കളവ് പറയൽ, അവാസ്തവമായ കാര്യങ്ങൾ സ്ഥാപിക്കൽ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. ഏതൊരാൾ ചീത്ത വാക്കുകൾ, അനാവശ്യം, ആക്ഷേപം, പരിഹാസം, അക്രമവാസനയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം തിന്മകളുടെ വാക്കുകളുണ്ടോ അത് ഒരാൾ തൻ്റെ നാവിനെ നിയന്ത്രിച്ച് സംയമനത്തോടെ ശരീരത്തിൻ്റെ ഇച്ഛയെ അതിജയിക്കാനുള്ള ഒരു കെൽപ്പ് നേടലാണ് നോമ്പ്. അങ്ങനെ ഒരാൾക്ക് കഴിയുന്നില്ല എങ്കിൽ അവൻ പട്ടിണി കിടക്കുന്നതിൽ എന്തർത്ഥം? അള്ളാഹുവിന് അവൻ്റെ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയ പട്ടിണിയിൽ യാതൊരു താല്പര്യവുമില്ല എന്നാണ് ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ ഉണർത്തുന്നത്. അപ്പം ഖൗലസ്സൂറും അതിൻ്റെ അമലുകളും ഒഴിവാക്കണം, പ്രവർത്തികളും ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നോമ്പ് അതിൻ്റെ ഫലത്തിലെത്തുക. നോമ്പുകാരന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നോമ്പുകാരന് 2 ആനന്ദമുണ്ട്. അതിലൊന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള ആനന്ദമാണ്. അപ്പോൾ വൈകുന്നേരമായി അള്ളാഹുവിൻ്റെ നാമത്തിൽ, നിൻ്റെ നാമത്തിൽ ഞാൻ നോമ്പ് എടുത്തിരുന്നു, നിൻ്റെ നാമത്തിൽ ഞാൻ നോമ്പ് മുറിക്കുന്നു. ദഹബൽ ലമഉ വബത്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരല്പം വെള്ളം കുടിക്കുമ്പോഴേക്കും നോമ്പുകാരൻ്റെ ഒരു അനുഭവം പറയലാണ്, ദാഹം തീർന്നിരിക്കുന്നു. മാത്രമല്ല, തൻ്റെ ശാരീരികമായി പിടിച്ചു നിർത്തിയിരുന്ന എല്ലാവിധ ഇച്ഛകളെയും നിയന്ത്രണ വിധേയമാക്കി. എൻ്റെ ചൊൽപ്പടിയിലാണ്. പ്രതിഫലം അള്ളാഹു ഉദ്ദേശിച്ചാൽ എനിക്ക് ഉറപ്പായി. അപ്പോൾ അല്ലാഹുമ്മ ലക്ക സുംതു അലാ റിസ്ഖിക അഫ്തറുതു എന്ന വാക്ക് അതിൻ്റെ ഒരു ചെറിയ ആശയം മാത്രമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ച് നോമ്പെടുത്തു, അവൻ്റെ നാമത്തിൽ നോമ്പ് അവസാനിപ്പിക്കുന്നു എന്ന് സാധാരണ പറയുന്ന വാക്കാണത്. അപ്പം നോമ്പുകാരന് 2 സന്തോഷത്തിൽ, ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള ആനന്ദം, അത് പ്രതിഫലം ഉറപ്പായി എന്നതാണ് ആ ആഹ്ലാദത്തിൻ്റെ കാരണം. 2 അള്ളാഹുവിൻ്റെ ലിഖാ ആണ്. അള്ളാഹുവിനെ കാണുന്നു. നോമ്പുകാരൻ പരലോകത്ത് സവിശേഷമായ പ്രതിഫലത്തിന് അർഹമാകുന്നത് നിമിത്തം പടച്ചവനെ അവൻ നേരിട്ട് കാണുന്നു. ആ കാണുമ്പോഴുള്ള അവാജ്യമായ ഒരു നിർവൃതിയുണ്ട്.
അതാണ് ഈ ആഹ്ലാദം അള്ളാഹുവിൻ്റെ റസൂൽ ഉണർത്തിയത്. മറ്റൊന്ന്, നോമ്പിൻ്റെ കാലത്ത് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞത്, ഒരാൾ എത്ര പ്രകോപിപ്പിച്ചാലും, നമ്മൾ അനാവശ്യം പറയുകയോ ചീത്ത വിളിക്കുകയോ ദേഷ്യപ്പെടുകയോ ആക്രമിക്കാൻ മുതിരുകയോ ഒക്കെ ചെയ്താലും നമ്മൾ അതിൽ വീഴാതെ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെയും ഒതുക്കാൻ കഴിയണം. ഞാൻ ഒരു നോമ്പുകാരനാണ്, സംയമനം പാലിക്കുന്നവൻ എന്ന് അവൻ പറഞ്ഞുകൊള്ളട്ടെ. സംയമനമാണവിടെ, കേവലം ഒഴിഞ്ഞു മാറലല്ല. ഏത് പ്രകോപനത്തിലും വീഴാതെ അതിനെ അതിജയിച്ച് മുന്നോട്ട് പോകാൻ ത്രാണിയുള്ളൊരാൾ. അങ്ങനെ ചിന്തിക്കുന്നിടത്തേക്ക് വരേണ്ടതുണ്ട്. നോമ്പിൻ്റെ പ്രതിഫലവും അതിൻ്റെ മഹത്വവും വിവരിച്ച ഏതാനും ഹദീസുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. റമളാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളും പ്രതിഫലം ആഗ്രഹിച്ച്, മൻ ഖാമ റമളാൻ ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. പ്രതിഫലം ആഗ്രഹിച്ച്, അള്ളാഹുവിൻ്റെ കൂലി ആഗ്രഹിച്ച് റമളാനിൽ ഒരാൾ നിന്ന് നമസ്കരിച്ചാൽ, ആ നമസ്കാരത്തിനൊരു പ്രത്യേകത ജമാഅത്ത് പൂർത്തിയായി നമസ്കരിക്കണമെന്നാണ്. സുബുലുസ്സലാമിലൊക്കെ ഈ ഹദീദിൻ്റെ ഷറഹിൽ എഴുതിയിട്ടുള്ള വാക്കതാണ്. അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ പറയും. അപ്പോൾ നമ്മൾ ജമാഅത്തായി നമസ്കരിക്കുകയാണ്. അങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുൻ കഴിഞ്ഞ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും. ഈമാനോടുകൂടിയാണ് നമസ്കാരം. പരലോകത്ത് കൂലി കിട്ടണമെന്നതാണ് ആ നമസ്കാരത്തിൻ്റെ പിന്നിലെ നിയ്യത്ത്, ഇഹ്തിസാബ്. നോമ്പിനും അതേ വാക്കാണ് ഹദീസുകളിൽ ഉണർത്തിയത്. അതും എല്ലാവരെയും ഉണർത്തുന്നു. റമളാനിൻ്റെ മുഴുവൻ ദിനരാത്രങ്ങളും അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.